മക്കളെ, ഇന്ന് നമുക്ക് ഗിഡ്കി എന്ന ലഘുകഥയിലെ പ്രധാന പോയിന്റുകൾ നോക്കാം. ഹോഷിയാർപുർ സേ ഷാദി കാ ബുലാവ ആയ. ഹോഷിയാർപൂരിൽ നിന്നും വിവാഹക്ഷണം വന്നു. എവിടെ നിന്നാണ് വന്നത്? ഹോഷിയാർപൂരിൽ നിന്നും വിവാഹക്ഷണം വന്നു. വിവാഹക്ഷണം എവിടെ നിന്നാണ് വന്നത്? ഹോഷിയാർപൂരിൽ നിന്ന്. ഹോഷിയാർപൂരിൽ നിന്ന് എന്താണ് വന്നത്? ഷാദി കാ ബുലാവ, വിവാഹക്ഷണം. ഡണ്ട് കാ മൗസം, തണുത്ത കാലാവസ്ഥ. മൗസം കൈസാദ, ഡണ്ട് കാദ, തണുത്ത കാലാവസ്ഥയായിരുന്നു. പതി ബീബി ആർ ബച്ചെ ദില്ലി റെയിൽവേ സ്റ്റേഷൻ പഹുഞ്ചി. ഭർത്താവും ഭാര്യയും കുട്ടികളും ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അപ്പം എവിടെ നിന്നാണ് അവര് എന്താ പറയുന്നത്, ഹോഷിയാർപൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത്? ദില്ലിയിൽ നിന്ന് അല്ലേ? എവിടെ നിന്നാണ് ഹോഷിയാർപൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത്? ദില്ലിയിൽ നിന്നാണ് അവർ ഹോഷിയാർപൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത്. എവിടെ നിന്നാണ്? ദില്ലിയിൽ നിന്ന്. ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഹോഷിയാർപൂരിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ജനറൽ കോച്ച് യാത്ര ശുരു ഹുയി. ജനറൽ കോച്ചിലാണ് അവർ യാത്ര ആരംഭിച്ചത് അല്ലെ? ജനറൽ കോച്ച് യാത്ര ശുരു ഹുയി. ജനറൽ കോച്ചിൽ യാത്ര ആരംഭിച്ചു. ബച്ചെ ഖിഡ്കി സെ ബാഹർ കാ നസാര ദേഖ്തേ രഹെ. കുട്ടികൾ ജനലിലൂടെ പുറത്തുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ കുട്ടികൾ ഏത് സീറ്റാണ് കരസ്ഥമാക്കിയത്? ഖിഡ്കി വാലേ സീറ്റ് അല്ലേ? ഖിഡ്കി വാലേ സീറ്റ്. കുട്ടികൾ എന്താ ചെയ്യുന്നത്? ബച്ചെ ഖിഡ്കി സെ, കുട്ടികൾ ഖിഡ്കിയിലൂടെ, ബാഹർക്ക പുറത്തുള്ള, നസാര കാഴ്ചകൾ, ദേഖ്തേ രഹെ നോക്കിക്കൊണ്ടിരുന്നു. ഷാൾ ബേച്ചനെ വാലി ഏക്ക് യുവതി പാസ് ആയി. ഷാൾ വിൽപ്പനക്കാരിയായ ഒരു യുവതി അടുത്തു വന്നു. ഷാൾ ബേച്ചനെ വാലി, ആരാണ് വന്നത്? ഷാൾ ബേച്ചനെ വാലി യുവതി. ബീബി और യുവതി के बीच തോൽ മോൽ हुआ. ബീബിക്കും യുവതിക്കും ഇടയിൽ തോൽ മോൽ, വിലപേശൽ ഉണ്ടായി. അപ്പൊ ബീബിയും യുവതിയും തമ്മിൽ എന്തുണ്ടായി? വിലപേശൽ, തോൽമോൽ. തോൽമോൽ കിസ്കെ ബീച്ച് ഹുआ? बीबी और युवती के बीच. बीबी और युवती के बीच क्या हुआ? തോൽമോൽ हुआ. യുവതി 250 രൂപയുടെ ഷാൾ 150 രൂപയ്ക്ക് ബേച്ചനേക്കോ രാസി ഹോഗി. വിൽക്കാൻ വേണ്ടി നിർബന്ധിക്കാൻ തുടങ്ങി. യുവതി എത്ര രൂപയുടെ? 250 രൂപയുടെ ഷാളാണ് 150 രൂപയ്ക്ക് വിൽക്കാൻ നിർബന്ധിതയായത് അല്ലേ? യുവതി എത്ര രൂപയുടെ ഷാളാണ്? 250 രൂപയുടെ ഷാൾ. എത്ര രൂപയ്ക്കാണ്? 150 രൂപയ്ക്ക്. ബേച്ചനേക്കോ, വിൽക്കാൻ നിർബന്ധിതയായി. യുവതി കാ ഗല രൂന്ത് ഗയാ और आंखें भर आई. യുവതിയുടെ തൊണ്ടയിടറി, കണ്ണുകൾ നിറഞ്ഞു വന്നു. കിസ്കി ഗലാരോന്തുക, ആരുടെ തൊണ്ടയാണ് ഇടറിയത്? യുവതിയുടെ. കിസ്കി ആംഗേം ബറായി, യുവതിക്ക് ആംഗേം ബറായി. യുവതിയുടെ കണ്ണുകൾ നിറഞ്ഞു, യുവതിയുടെ തൊണ്ടയിടറി. പത്നീനെ 5 ഷാൾ ചുനെ. പത്നി 5 ഷാൾ തിരഞ്ഞെടുത്തു. പതിനെ യുവതിക്കോ, പതി യുവതിക്ക് 750 രൂപ നൽകി. പതി യുവതിക്ക് 750 രൂപ നൽകി. ഇനി നമുക്ക് യുവതിയുടെ ഡയറി എഴുതിയത് നോക്കാം. താരിഖ്, ഡേറ്റ് എഴുതണം, ദിൻ എഴുതണം കേട്ടോ. ഡയറിക്ക് വേണ്ടതാണ് ഇത് രണ്ടും. ദിൻ, ദിനാങ്ക്, ദിവസവും എഴുതണം, ഡേറ്റും എഴുതണം. പിന്നെ ഇവിടെ ഡയറി എന്ന് എഴുതണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും എഴുതിയിരിക്കണം. ഡയറി എന്ന് എഴുതുക, ദിൻ, ദിനാങ്ക് എഴുതുക. आज मैं बड़ी उम्मीदों के साथ ഷാൾ ബേച്ചനെ ഗയി थी. ഇന്ന് ഞാൻ വളരെയധികം വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെയാണ് ഷാൾ വിൽക്കാൻ പോയത്. ലേക്കിൻ, എന്നാൽ, കുൽ മിലാക്കർ ആകെ 5 ഷാൾ की बिक्री, 5 ഷാൾ, ആകെ 5 ഷാളിന്റെ വിൽപ്പനയാണ് ഉണ്ടായത്, വിൽപ്പനയാണ് നടന്നത്. വേ ബി കം ദാം പർ, അതും ഏറ്റവും കുറഞ്ഞ വിലയിൽ. റെയിൽഗാഡി മേ ബൈഠി വഹ് മഹിള ഷെരീഫ് ലഗ്തി थी. വഹ് കീമത്ത് കം കർത്തി ജാ രഹി थी.
റെയിൽഗാഡിയിലിരിക്കുന്ന ആ മഹിള വഹ് കീമത്ത് കം കർത്തീജ രഹീതി, വളരെയധികം വില കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, തോൽമോൽ അല്ലെ, വില പേശിയിട്ട് ഏറ്റവും വില കുറച്ചെടുക്കുന്ന സ്വഭാവമുള്ള ഒരു യുവതിയായിരുന്നു ആ റെയിൽഗാഡിയിൽ ഉണ്ടായിരുന്നത്. മുജെ പൈസയ്ക്ക് സരൂരത്ത് തീ, എനിക്ക് പൈസ അത്യാവശ്യമായിരുന്നു. ഇസ്ലിയെ കഹാക്കി, ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, 5 ഷാൾ ലേ തോ കം കർ ദൂങ്കി, 5 ഷാൾ എടുക്കുകയാണെങ്കിൽ കം കർ ദൂങ്കി, വില കുറച്ചു തരാം എന്ന് പറഞ്ഞു. ലേക്കിൻ എന്നാൽ, ജബ് ഉസ്നെ കഹാക്കി, 250 രൂപയ്ക്ക് പകരം 100 രൂപ, അതായത് 250 രൂപയാണ് ഒരു ഷാളിന്റെ വില, പക്ഷേ 5 എണ്ണം എടുക്കുകയാണെങ്കിൽ വില കുറച്ച് തരാം എന്ന് പറഞ്ഞപ്പോൾ ആ യുവതി 250 പകരം 100 രൂപ ദേ സക്തി ഹേ, 100 രൂപ നൽകുന്നു. തോ എങ്കിൽ, മേരാ ഗലാരൂദ് ഗയ, എൻ്റെ തൊണ്ടയിടറി, ആർ ആങ്കേ ബർ ആയത്, എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അന്തമേ 150 മേ തൈ കിയ, അവസാനം 150 രൂപയ്ക്ക് തീരുമാനിച്ചു. ഉസ്നെ 5 ഷാൾ ഗരീദി, അവര് 5 ഷാൾ വാങ്ങി, 5 ഷാൾ ഗരീദി. ലേക്കിൻ മഹിളാക്കെ പാസ് ബൈഠേ ആത്മീക്കോ, എന്നാൽ ആ മഹിളയ്ക്ക് അടുത്തിരിക്കുന്ന ആ ആത്മിക്ക് യഹ് വ്യവഹാർ, ഈ സ്വഭാവം ഉത്തന അച്ഛാ നഹി ലഗ് രഹാ, അത് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അബ് ക്യാ കരൂം, ഇനി എന്ത് ചെയ്യും, പരിവാർ കെ ഖർച്ചോം കെ ലിയെ और നയേ ഷാൾ ഖരീദനെ കെ ലിയെ പൈസേ കൈസേ ചുടായേ, കുടുംബ ചിലവിന് വേണ്ടിയും അതുപോലെ തന്നെ പുതിയ ഷാളിനി വാങ്ങിക്കാൻ വേണ്ടിയും പൈസ ഞാൻ എങ്ങനെ സ്വരൂപിക്കും. ഗരീബോं के प्रति नफरत, ഉപേക്ഷ और तिरस्कार का अंत कब होगा, अंत എന്നാണ് കേട്ടോ, अंत कब होगा, ദരിദ്രരോടുള്ള വെറുപ്പും ഉപേക്ഷയും അവരോടുള്ള അവഗണന, ഇതിൻ്റെ എല്ലാം അവസാനം എപ്പോഴാണ് ഉണ്ടാവുക. ഗരീബോं की यही जिंदगी है, ദരിദ്രരുടെ ജീവിതം ഇങ്ങനെയാണ് എന്നാണ് ഇവിടെ യുവതി ഡയറി എഴുതിയിരിക്കുന്നത്. യുവതിയുടെ ഡയറിയാണ് നമ്മൾ നോക്കിയത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.